ഇത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ നട്ടു വളർത്തുന്ന കറിവേപ്പില തൈകളാണ്. ഏകദേശം 4 വർഷത്തോളമായി ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കറിവേപ്പില തൈകളൊക്കെ നമ്മൾ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നട്ടു വളർത്തുകയാണ്. ഈ കറിവേപ്പില തൈ ഞങ്ങളുടെ അയൽവാസി ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നട്ടു വളർത്തിയതാണ്. ഇലകൾക്ക് കുറച്ചുകൂടി കട്ടിയുമുണ്ട്, നല്ല മണമുണ്ട്. ഇവിടെ കറിവേപ്പിലയുടെ പ്രധാന വളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. ചോറ് വെക്കുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം കളയാതെ മാറ്റി വെക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ചെറുതായി പുളിക്കാൻ തുടങ്ങും. ആ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഇരട്ടി പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തെ നേർപ്പിക്കും. നേർപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കും. കൂടെ നമുക്ക് ചുവട്ടിൽ ഒഴിക്കാൻ പറ്റും. 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. കൂടെ പച്ചക്കറി വേസ്റ്റിൽ നിന്നും കമ്പോസ്റ്റ് വളം ഉണ്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാറുണ്ട്. കറിവേപ്പില പറിക്കുമ്പോൾ ഇലകൾ പറിച്ചെടുക്കാതെ നമ്മൾ ആ തണ്ട് മുഴുവനായി പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ കട്ടിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഒരു കറിവേപ്പില തൈ നട്ടു നോക്കിയാലോ? വിഷം അടിച്ചു എന്നുള്ള പരാതിയും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് വേണ്ട സമയത്ത് പോയി പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം.